ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാർട്ട് 3 ആണ്. ക്വസ്റ്റ്യൻസ് ആണ്, അതായത് പ്രസന്റ് സിമ്പിൾ ടെൻസിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നതിന്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആപ്പിലൂടെ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളുണ്ട്, ഗ്രൂപ്പ് ക്ലാസ്സുകളുണ്ട്, ഇതൊക്കെ കിട്ടും. അപ്പൊ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള 9746421402 എന്ന് പറയുന്ന നമ്പറിലോട്ട് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടും. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇതിന് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് അയച്ചു തരും. പിന്നെന്താ, ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഒക്കെ ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ എന്തെല്ലാമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, സിംഗുലർ സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽസ് ഏതൊക്കെയാ? ഐ, യു, ദേ, വി. പഠിച്ചു കഴിഞ്ഞാണല്ലോ. സിംഗുലർ സബ്ജക്റ്റിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? സിംഗുലർ എന്ന് പറഞ്ഞാൽ നമ്മൾ സുരേഷ് ഗോപിയാണ് ആലോചിക്കേണ്ടത്. സുരേഷ് ഗോപി എപ്പോഴും പറയുന്ന ഡയലോഗ് എന്താണ്? ഷിറ്റ് എന്ന് പറയില്ലേ? അപ്പൊ അത് ആലോചിച്ചാൽ മതി. ഹി, ഷീ, ഇറ്റ്, എവരിബഡി. ഹി, ഷിറ്റ്, എവരിബഡി. ഓക്കെ, പ്ലൂറൽ ഏതൊക്കെയാ? അയ്യോ ദേവി എന്ന് ആലോചിച്ചാൽ മതി. ഐ, യു, ദേ, വി. ഓക്കെ, അപ്പോൾ സിംഗുലർ സബ്ജക്റ്റുകൾ പറഞ്ഞു. ഹി എന്ന് പറഞ്ഞാൽ അവനാണ്, ഷീ എന്ന് പറഞ്ഞാൽ അവളാണ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇതാണ്, എവരിബഡി എല്ലാവരും ആണ്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ന് ചോദ്യങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്റ്റഡിയുടെ അർത്ഥം പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പഠിക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ ചോദിക്കില്ലേ, നീ പഠിക്കാറുണ്ടോ, നീ എഴുതാറുണ്ടോ, നീ വായിക്കാറുണ്ടോ, അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുള്ള ശീലങ്ങളെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഡു വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, പ്ലൂരൽ ആണെങ്കിൽ. ഡു വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം, പ്ലൂരൽ ആണെങ്കിൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നീ പഠിക്കാറുണ്ടോ എങ്ങനെ ചോദിക്കുക? ഡു യു സ്റ്റഡി. നീ എഴുതാറുണ്ടോ? ഡു യു റൈറ്റ്. ഓക്കെ, നീ ആലോചിക്കാറുണ്ടോ? ഡു യു തിങ്ക്. നീ അവനെ വിളിക്കാറുണ്ടോ? ഡു യു കോൾ ഹിം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നീ അവളെ വിളിക്കാറുണ്ടോ? ഡു യു കോൾ ഹെർ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇങ്ങനെയാണെങ്കിലോ, നീ വരാറുണ്ടോ? ഡു യു കം. അവൻ വരാറുണ്ടോ? ഡു ഹി കം അല്ല. അതിനു പകരം നോക്കിക്കേ, സിംഗുലറും പ്ലൂരലും സബ്ജക്റ്റുകളും നമ്മൾ പഠിച്ചു. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റുകൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി തെറ്റിക്കരുത്. ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂരൽ ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി. ഐ, യു, ദേ, വിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു ആണ്. കണ്ടോ? ഡു യു സ്റ്റഡി. ഓക്കെ, ഹി, ഷീ, ഇറ്റ്, എവരിബഡിയുടെ കൂടെ യൂസ് ചെയ്യുന്നത് ഡസ് ആണ്. അപ്പൊ ചോദ്യം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സിംഗുലർ ആണെങ്കിൽ ഡസ് വെച്ചിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. ഡസ് ഹി സ്റ്റഡി. അവൻ പഠിക്കാറുണ്ടോ? ഡസ് ഹി കം. അവൻ വരാറുണ്ടോ? ഡസ് ഷി ഗോ. അവൾ പോകാറുണ്ടോ? ഡസ് ഇറ്റ് വർക്ക്. അത് വർക്ക് ചെയ്യാറുണ്ടോ? മനസ്സിലായോ? ഡസ് എവരിബഡി സ്പീക്ക് ഇംഗ്ലീഷ്. എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി. നീ പഠിക്കാറുണ്ടോ? ഡു ദേ കം. അവർ വരാറുണ്ടോ? ഓക്കെ, ഡു ദേ ലിവ് ഹിയർ. അവർ ഇവിടെയാണോ താമസിക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത്, പ്ലൂരൽ ചോദ്യങ്ങളാണെങ്കിൽ, പ്ലൂരൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡൂവും, സിംഗുലർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡസും വെക്കണം. മനസ്സിലായല്ലോ? ഓക്കെ, എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പോ അവൻ പോകാറുണ്ടോ എങ്ങനെ ചോദിക്കാൻ നിങ്ങൾക്കറിയാം. അവൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ഡസ് ഹി ഗോ. നീ പോകാറുണ്ടോ? ഡു യു ഗോ. ഓക്കെ, അവര് പോവാറുണ്ടോ? ഡു ദേ ഗോ. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിംഗുലർ ആണെങ്കിൽ ഡസും, പ്ലൂരൽ ആണെങ്കിൽ ഡു വെച്ചിട്ട് എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. കം, വരിക എന്നാണ് അർത്ഥം, നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവൻ വരാറുണ്ടോ എന്ന് പറയുമ്പോൾ ഹി ആണ്. ഡസ് ഹി കം. അവള് വരാറുണ്ടോ? ഡസ് ഷി കം. മനസ്സിലായോ? നീ വരാറുണ്ടോ എന്നാണെങ്കിൽ ഡു യു കം. അവര് വരാറുണ്ടോ? ഡു ദേ കം. ഓക്കെ, നമ്മൾ വരാറുണ്ടോ? ഡു വി കം. ക്ലിയർ അല്ലേ? ഇനി റൈറ്റ്. അവൻ എഴുതാറുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. അവൻ എഴുതാറുണ്ടോ? അവൻ എന്ന് പറയുന്നത് സിംഗുലർ ആണ് നമ്മൾ പറഞ്ഞു. അവൻ എഴുതാറുണ്ടോ പറയുമ്പോൾ അവനാണ്, സിംഗുലർ ആണ്. ഡസ്. ഡസ് ഹി കം. ഓക്കെ, നീ വരാറുണ്ടോ എന്ന് പറയുമ്പോൾ ഡു യു കം. അതുപോലെ തന്നെ അവൻ എഴുതാറുണ്ടോ ചോദിക്കുമ്പോൾ ഡസ് ഹി റൈറ്റ്. നീ എഴുതാറുണ്ടോ? ഡു യു റൈറ്റ്. ഓക്കെ, അവള് എഴുതാറുണ്ടോ? ഡസ് ഷി റൈറ്റ്. ഓക്കെ, നീ എഴുതാറുണ്ടോ? ഡു യു റൈറ്റ്. പഠിപ്പിക്കുക, ടീച്ച്, പഠിപ്പിക്കുക. ഓക്കെ, എങ്ങനെ പറയാ? അവള് പഠിപ്പിക്കാറുണ്ടോ? ഡസ് ഷീ ടീച്ച്. നീ പഠിപ്പിക്കാറുണ്ടോ? ഡു യു ടീച്ച്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ അല്ലേ? നോക്കിക്കുക, റീഡ് എന്താ? വായിക്കുക എന്നാണ്. നീ വായിക്കാറുണ്ടോ? ഡു യു റീഡ്. അവനാണെങ്കിലോ? ഡസ് ഹി റീഡ്. അപ്പൊ ഡു ഹി റീഡ് എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ പഠിക്കാം. ഓക്കെ, നീ ആലോചിക്കാറുണ്ടോ? ഡു യു തിങ്ക്. അവൻ ആലോചിക്കാറുണ്ടോ? ഡസ് ഹി തിങ്ക്.
മനസ്സിലായോ? ഡസ് ഹി തിങ്ക്. ഇതിൽ ഏത് വേണമെങ്കിലും സിംഗുലേഴ്സ് ആണെങ്കിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് പറയാം. പ്ലൂറലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡു വെച്ചിട്ടും എക്സാമ്പിളുകൾ ക്രിയേറ്റ് ചെയ്യാം. നീ ചോദിക്കാറുണ്ടോ? ഡു യു ആസ്ക്. അവള് ചോദിക്കാറുണ്ടോ? ഡസ് ഷീ ആസ്ക്. ഓക്കെ. നീ പഠിക്കാറുണ്ടോ? ഡു യു സ്റ്റഡി. അവള് പഠിക്കാറുണ്ടോ? ഡസ് ഷീ സ്റ്റഡി. ക്ലിയർ? നീ നടക്കാറുണ്ടോ? ഡു യു വാക്ക്. അവള് നടക്കാറുണ്ടോ? ഡസ് ഷീ വാക്ക്. അവൻ നടക്കാറുണ്ടോ? ഡസ് ഹി വാക്ക്. ക്ലിയർ? നീ പറയാറുണ്ടോ? ഡു യു സേ. അവള് പറയാറുണ്ടോ? ഡസ് ഷീ സേ. ഓക്കെ. നീ സംസാരിക്കാറുണ്ടോ? ഡു യു സ്പീക്ക്. അവള് സംസാരിക്കാറുണ്ടോ? ഡസ് ഷീ സ്പീക്ക്. ക്ലിയർ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ? അപ്പൊ നീ ഉണ്ടാക്കാറുണ്ടോ എന്നാണെങ്കിൽ എന്താ ചോദിക്കുക? ഡു യു മേക്ക്. അവൾ ഉണ്ടാക്കാറുണ്ടോ എന്നാണെങ്കിലോ ഡസ് ഷീ മേക്ക്. ക്ലിയർ? ഓക്കെ. നീ കാണാറുണ്ടോ? നീ കണ്ടുമുട്ടാറുണ്ടോ? ഡു യു മീറ്റ്. അവള് കണ്ടുമുട്ടാറുണ്ടോ? ഡസ് ഷീ മീറ്റ്. ആകെ ഒരൊറ്റ കോൺസെപ്റ്റ് പഠിക്കുക. സിംഗുലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഹി ഷീ ഇറ്റ് എവരിബഡി. പ്ലൂറൽ ഏതൊക്കെയാണ്? ഐ യു ദേ വി. ഹി ഷിറ്റ് എവരിബഡി, അയ്യോ ദേവി. അത് വെച്ചിട്ട് അയ്യോ ദേവി ആണെങ്കിൽ ഡൂവും, ഹി ഷിറ്റ് എവരിബഡി ആണെങ്കിൽ ഡസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ പഠിക്കാറുണ്ടോ? നിങ്ങൾ കുക്ക് ചെയ്യാറുണ്ടോ? അവൾ കുക്ക് ചെയ്യാറുണ്ടോ? മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നിങ്ങൾ കേൾക്കാറുണ്ടോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഡു യു യൂസ്. അവൾ ഉപയോഗിക്കാറുണ്ടോ? ഡസ് ഷീ യൂസ്. ക്ലിയർ? നീ പറയാറുണ്ടോ? ഡു യു ടെൽ. അവള് പറയാറുണ്ടോ? ഡസ് ഷീ ടെൽ. നീ കേൾക്കാറുണ്ടോ? ഡു യു ഹിയർ. അവൾ കേൾക്കാറുണ്ടോ? ഡസ് ഷീ ഹിയർ. ഓക്കെ. നീ അയക്കാറുണ്ടോ? ഡു യു സെൻഡ്. അവൾ അയക്കാറുണ്ടോ? ഡസ് ഷീ സെൻഡ്. ഓക്കെ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. നീ ഉപദേശിക്കാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇതൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കമന്റുകളൊക്കെ വളരെ കുറവാണ്. ഓക്കെ. അപ്പൊ കമന്റുകൾ വരണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകളെല്ലാം തന്നെ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ അടുത്ത ക്ലാസ് ഉടൻ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത മോഡ്യൂളായിട്ട് പഠിക്കും. ഓക്കെ. സോ താങ്ക് യു.